തലേ ദിവസം ഗോവയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി തിരിച്ചു വരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പുലർച്ചെ 2 മണിക്ക് കോഴിക്കോട് എത്തി. അവിടുന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. ട്രെയിനിലൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല കേട്ടോ. അവിടെ എത്തിയതും കുളിച്ച് നേരെ ഗുരുവായൂരിലോട്ട് പെട്ടെന്ന് വേറൊരു യാത്ര കേട്ടോ. ചെറിയൊരു ക്ഷീണം ഉണ്ടെങ്കിലും ഗുരുവായൂർ എത്തിയപ്പോൾ എല്ലാം മാറി. കണ്ണം വിളിച്ചാൽ നമുക്ക് പോയല്ലേ. അതിനു മുമ്പ് ഒരാളുടെ ബർത്ത്ഡേ ദിവസം ഞാൻ ഗോവയിലായിരുന്നു. സോ മുരുകനെയൊക്കെ ഒന്ന് കണ്ട് ഹായൊക്കെ പറഞ്ഞ് അടുത്തുള്ള ആളെ കണ്ടിട്ടല്ലേ ദൂരമുള്ള ആളെ കാണാൻ വേണ്ടി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നേരെ നമ്മുടെ ഓട്ടോയിലാണ് കേട്ടോ ഗുരുവായൂരിലോട്ട് പോയത്. ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ഫുഡിനാണ് ക്യൂ നിന്നത്. കാരണം തിരക്കില്ലായിരുന്നു. അപ്പോൾ നല്ലൊരു കണ്ണൻ്റെ സദ്യയൊക്കെ കഴിച്ച് നല്ല ദർശനമാണ് കിട്ടിയത് കേട്ടോ. ദർശനം എന്ന് പറഞ്ഞാൽ ശ്രീലോകമൊക്കെ തുളസിമാല കൊണ്ട് അലങ്കരിച്ച് കണ്ണൻ്റെ മുമ്പിലൂടെ ആട്ടോ ദർശനം കണ്ടത്. വേറൊരു എഫക്റ്റായിരുന്നു. ഇന്നേ വരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് കട്ട്ലേറ്റും ചായയൊക്കെ കുടിച്ച് തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അതുപോലെ നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ കണ്ടിരുന്നു. കണ്ട് എന്നോട് ഹായ് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.